നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം രമ്യ ഗിരിജ, സർട്ടിഫൈഡ് കരിയർ കോച്ചും കോമ്പറ്റേറ്റീവ് എക്സാം ട്രെയിനറുമാണ്. മീഡിയ, ജേർണലിസം, ലോ ഇതൊക്കെ ഒരുപാട് പബ്ലിക്കുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊഫഷനിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അത് റൈറ്റായിട്ടുള്ള പ്ലേസിൽ നമ്മൾ പഠിക്കുക എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പണ്ടൊക്കെ ജേർണലിസം എന്ന് പറയുമ്പോൾ ഒരു ജനറൽ കോഴ്സായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷേ ഇന്ന് കാലഘട്ടം മാറി അതിലൊരുപാട് സ്പെഷ്യലൈസേഷൻസ് വന്നു. അതിൽ ഒരു മേഖലയാണ് ലീഗൽ ജേർണലിസം. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു ലീഗൽ ജേർണലിസ്റ്റ് ആവുക എന്നത്. ജേർണലിസം പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ തന്നെ ഇപ്പോൾ പറയാറുണ്ട്, എനിക്ക് സ്പോർട്സ് ജേർണലിസമാണ് താല്പര്യം, അല്ലെങ്കിൽ എനിക്ക് ലീഗൽ ജേർണലിസമാണ് താല്പര്യം, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആവണം, ഇങ്ങനെ പല കാര്യങ്ങളും കേൾക്കാറുണ്ട്. അപ്പോൾ ഒരു ലീഗൽ ജേർണലിസ്റ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെയധികം റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നോർമലി ജേർണലിസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ വളരെയധികം റെസ്പോൺസിബിളാണ്. കാരണം നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും ജനങ്ങൾ വിശ്വസിക്കുകയാണ്. അപ്പോൾ ലീഗൽ സിസ്റ്റത്തിനെ കുറിച്ച് പറയുക, കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസിനെ കുറിച്ച് സംസാരിക്കുക, ഒരു മീഡിയ ട്രയൽ അല്ലെങ്കിൽ എന്ത് ലോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുക എന്ന് പറയുമ്പോൾ ആ പറയുന്ന വ്യക്തിക്ക് ഒരു ലോ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ലീഗൽ ടെർമിനോളജീസ്, ഒരു ലീഗൽ നോളജ് അത്യാവശ്യമാണ്. സോ ഇപ്പോൾ ആ രീതിയിലാണ് പല കോഴ്സസും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ജേർണലിസത്തിൽ തന്നെ ഈ പറയുന്ന സ്പെഷ്യലൈസേഷൻസ് ഇന്നുണ്ട്. +2 കഴിഞ്ഞൊരു കുട്ടി മീഡിയ അല്ലെങ്കിൽ ജേർണലിസം, ലീഗൽ സിസ്റ്റം ഇതുമൊക്കെ ഒരുപോലെ താല്പര്യമുള്ളൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ BAJ LLB എന്ന് പറയുന്നൊരു കോഴ്സ് ഇന്നുണ്ട്. നമുക്കറിയാം LLB എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്നത് BA LLB, BCom LLB, BSc LLBയും കേൾക്കാറുണ്ട്, BBA LLB ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കേൾക്കുന്നത്. പക്ഷേ BAJ LLB എന്ന് പറയുന്നത് അത്ര പോപ്പുലർ അല്ല. ദാറ്റ് ഈസ് ബാച്ചിലർ ഓഫ് ആർട്സ് ഇൻ ജേർണലിസം + LLB ആണ് ആ കോഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ മേഖലയിലേക്ക് കടക്കാനായിട്ട് നമുക്ക് ഗ്രാജുവേഷനിൽ ജേർണലിസം പഠിക്കാവുന്നതാണ്, പൊളിറ്റിക്കൽ സയൻസ് എടുത്ത് പഠിക്കാവുന്നതാണ്. ഇനി ലോ എടുത്ത് പഠിക്കുന്നവർക്കും ഈ ഫീൽഡിലേക്ക് വരാനായിട്ട് സാധിക്കും. ഇനി ലോ എടുത്ത് പഠിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പോസ്റ്റ് ഗ്രാജുവേഷന് മീഡിയ, ജേർണലിസം അങ്ങനെയുള്ള കോഴ്സസിലേക്ക് പോകാവുന്നതാണ്. ഇനി അല്ലാതെ പൊളിറ്റിക്കൽ സയൻസോ ജേർണലിസമോ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് കഴിഞ്ഞ് അവർക്ക് വേണമെങ്കിൽ 3 year LLB ചെയ്യാവുന്നതാണ്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഈ പറയുന്ന ലീഗൽ ജേർണലിസ്റ്റ് ആവാനായിട്ട് ഇന്ന് സർട്ടിഫൈഡ് കോഴ്സസ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു സർട്ടിഫൈഡ് കോഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലീഗൽ സിസ്റ്റത്തിനെക്കുറിച്ചും എങ്ങനെയാണ് ഒരു ലീഗൽ കറസ്പോണ്ടൻറ്റ് വർക്ക് ചെയ്യേണ്ടതെന്നും ഒരു ലീഗൽ ജേർണലിസ്റ്റ് എങ്ങനെ വർക്ക് ചെയ്യണമെന്നും അതിൻ്റെ എത്തിക്സ് എന്താണെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ കോഴ്സിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഒരു മീഡിയയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, എന്നാൽ ലീഗൽ സിസ്റ്റവുമായിട്ട് വളരെയധികം അടുപ്പമുണ്ട് അല്ലെങ്കിൽ ആ ഫീൽഡും താല്പര്യമാണെന്നുണ്ടെങ്കിൽ ലീഗൽ ജേർണലിസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ട വഴികളാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. സോ ജേർണലിസം എന്ന് പറയുന്നതും ലോ എന്ന് പറയുന്നതും സത്യത്തിനും നീതിക്കും അടുത്ത് നിൽക്കുന്ന കാര്യങ്ങളാണ്. സോ ആ ഒരു പ്രൊഫഷനിലേക്ക് പോകാനായിട്ട് ഈ വഴി തിരഞ്ഞെടുക്കുക.